ആദ്യം തന്നെ എൻ്റെ ഈ കുഞ്ഞു ഫാമിലിയിലെ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയറിനുണ്ടായിരുന്ന കുറച്ച് കേക്കുകളുടെ വിശേഷമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു ചോക്കോ ന്യൂട്ടല്ല കേക്കാണ് കേട്ടോ. ഇത് ടേസ്റ്റ് വൈസ് അടിപൊളിയാണ്. കസ്റ്റമറിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ. പിന്നെ 2 സ്റ്റാറും ഒരു ഹാപ്പി ന്യൂ ഇയറിൻ്റെ ടോപ്പറൊക്കെ വെച്ചിട്ട് ഈ കേക്ക് ഒരുവിധം ഫിനിഷ് ചെയ്തു. അപ്പോഴാണ് ഞങ്ങൾക്ക് 8ൻ്റെ ഒരു പണി കിട്ടിയത്. ന്യൂ ഇയറിൻ്റെ തലേ ദിവസം തന്നെ KCB ചതിക്കുമെന്ന് അറിഞ്ഞില്ല. കറണ്ട് പോകുന്നതിന് തൊട്ട് മുന്നേ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ന്യൂ ഇയറിന് രാത്രി കട്ട് ചെയ്യാനായതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് കൊടുത്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം മറ്റുള്ള കേക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ഒരുമിച്ചങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഓർഡർ എടുത്തത്. ഉണ്ണിയുടെ സഹായിച്ചുകൊണ്ടാണ് കേട്ടോ എനിക്ക് ആ ഓർഡർ കൊടുക്കാൻ പറ്റിയത്. പിന്നെ കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കറണ്ട് വന്നു കേട്ടോ. പക്ഷേ സൂപ്പറായിരുന്നു കേട്ടോ. നല്ല സ്പഞ്ചായിരുന്നു. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനി ഇത് ഈവനിങ് കൊടുക്കാനുള്ള ഒരു ചോക്ലേറ്റ് കേക്കായിരുന്നു കേട്ടോ. അധികം ഡിസൈനൊന്നും ചെയ്യാൻ നിന്നില്ല. ജസ്റ്റ് ചോക്ലേറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ന്യൂ ഇയറിൻ്റെ ടോപ്പറൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇയറും കൂടെ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ഡിസൈനും കൂടെ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ചെറിയ എന്തൊക്കെയോ ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത്. ഇതായിരുന്നു കേട്ടോ ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഇനി അടുത്തൊരു ടെൻഡർ കോക്കനട്ട് കേക്കായിരുന്നു കേട്ടോ. ഇതിലും പ്രത്യേകിച്ച് കളറൊന്നും ആഡ് ചെയ്യാതെ എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ റിബൺ വെച്ചുള്ള കേക്ക് തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനകത്തും 2025 ഒക്കെ എഴുതി ടോപ്പറൊക്കെ വെച്ച് കൊടുത്തു. അങ്ങനെ 3 കേക്ക് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം കൊടുക്കാനുള്ള മറ്റൊരു കേക്ക് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ കൂടെ ഒപ്പം. ഇത് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളൊരു ഡിസൈനായിരുന്നു. അന്ന് 60 ആയിരുന്നു, ഇത് 65. ഈ ഒരു ഡിഫറൻസാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. എന്നാൽ ശരി, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇനി ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം പറയണ്ടല്ലോ. നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം കേട്ടോ.